പാലക്കാട് കോൺഗ്രസ് നേതാവ് 15 ലക്ഷം രൂപ തട്ടിയെന്ന് പരാതി. കോൺഗ്രസ് ഭരിക്കുന്ന പാൽ സൊസൈറ്റി പ്രസിഡന്റിന്റെ ആത്മഹത്യാ കുറിപ്പ് പുറത്ത്. വ്യാജ ഒപ്പ് ഉപയോഗിച്ച് സൊസൈറ്റിയിൽ നിന്നും കോൺഗ്രസ് നേതാവും സെക്രട്ടറിയുമായ ശരത് കുമാറും ജീവനക്കാരി രമയും പണം തട്ടിയെന്നാണ് പരാതിയിൽ പറയുന്നത്. കോൺഗ്രസ് നേതാവും തെക്കേപ്പറമ്പ് ക്ഷീരോത്പാദക സഹകരണ സംഘം പ്രസിഡന്റുമായിരുന്ന VK പ്രഭാകരനാണ് മരിച്ചത്. അദ്ദേഹത്തിന്റെ ആത്മഹത്യാ കുറിപ്പിലാണ് ഇപ്പോൾ ഈ പണം തട്ടിയതിന്റെ വിവരങ്ങൾ പുറത്തുവരുന്നത്. ഇപ്പോൾ നമ്മുടെ ഓർമ്മയിലേക്ക് വരുന്നത് കുറച്ച് നാളുകൾക്ക് മുൻപ് വയനാട് മുൻ DCC ട്രഷററായിരുന്ന NM വിജയന്റെ ആത്മഹത്യാ കുറിപ്പാണ്. അന്നും ഇതേപോലെ തന്നെ IC ബാലകൃഷ്ണൻ MLA അടക്കമുള്ളവർക്കെതിരെയായിരുന്നു ആ ആത്മഹത്യാ കുറിപ്പിൽ പണം തട്ടിയെന്ന ആക്ഷേപമുണ്ടായിരുന്നത്. ഇപ്പോൾ ഇതാ മറ്റൊരു ആത്മഹത്യാ കുറിപ്പ് കോൺഗ്രസിന്റെ നേതൃത്വവുമായി ബന്ധപ്പെട്ട് പുറത്തേക്ക് വരുന്നു. കോൺഗ്രസ് നേതാവും തെക്കേപ്പറമ്പ് ക്ഷീരോത്പാദക സഹകരണ സംഘം പ്രസിഡന്റ് VK പ്രഭാകരന്റെ ആത്മഹത്യാ കുറിപ്പാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. പാലക്കാട് നിന്ന് സച്ചിൻ ചേരുകയാണ്. സച്ചിൻ, നമ്മുടെ മുൻപിൽ വയനാട്ടിലെ വാർത്ത ഇപ്പോഴും സജീവമായി നിൽക്കുന്നുണ്ട്. NM വിജയന്റെ ആത്മഹത്യാക്കുറിപ്പും ആ ആത്മഹത്യാക്കുറിപ്പിൽ പരാമർശിച്ചിരുന്ന IC ബാലകൃഷ്ണൻ MLA അടക്കമുള്ളവരുടെ പേരും സമാനമായ രീതിയിൽ ഇതാ പാലക്കാടും ഒരു മനുഷ്യന്റെ മരണത്തിന് കാരണമായിരിക്കുകയാണോ കോൺഗ്രസ് നേതാക്കളുടെ സാമ്പത്തിക തട്ടിപ്പ്? അങ്ങനെയാണോ ആ ആത്മഹത്യാക്കുറിപ്പിൽ എഴുതിയിരിക്കുന്നത്? മനു, തീർച്ചയായും വയനാട്ടിന് സമാനമായ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ പാലക്കാട് ജില്ലയിലും പാലക്കാട് പുതുപ്പരിയാരത്തെ തെക്കേപ്പറമ്പ് ക്ഷീരോത്പാദക സംഘത്തിലെ പ്രസിഡന്റാണ് ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. തെക്കേപ്പറമ്പ് ക്ഷീരോത്പാദക സംഘത്തിലെ പ്രസിഡന്റും കോൺഗ്രസ് നേതാവുമായിട്ടുള്ള VK പ്രഭാകരനാണ് ആത്മഹത്യ ചെയ്തത്. ഇന്നലെ വൈകിട്ടോടു കൂടിയാണ് നാടിനെ നടുക്കിയ സംഭവം ഉണ്ടായിട്ടുള്ളത്. അതിൽ പ്രധാനമായും എടുത്തു പറയേണ്ടത് മനു പറഞ്ഞതുപോലെ തന്നെ രൂക്ഷമായ കാര്യങ്ങളാണ് കോൺഗ്രസ് നേതാവും അതേപോലെ തന്നെ തെക്കേപ്പറമ്പ് ക്ഷീരോത്പാദക സംഘത്തിൻ്റെ സെക്രട്ടറിയുമായ ശരത് കുമാറിനെതിരെ VK പ്രഭാകരൻ ആത്മഹത്യാക്കുറിപ്പിൽ ഉന്നയിച്ചിട്ടുള്ളത്. കാരണം 2018 ഡിസംബറിൽ ക്ഷീരോത്പാദക സംഘത്തിൻ്റെ സെക്രട്ടറിയായി ചുമതലയേറ്റെടുത്ത ശരത് കുമാർ 15 ലക്ഷത്തോളം രൂപ ഈ കാലയളവിൽ തട്ടിയെടുത്തു എന്നാണ് VK പ്രഭാകരൻ ആത്മഹത്യാക്കുറിപ്പിൽ ഉന്നയിച്ചിട്ടുള്ളത്. മാത്രമല്ല, ജീവനക്കാരിയായ രമയും തട്ടിപ്പിന് കൂട്ടുനിന്നു. ഇതിൻ്റെയൊക്കെ ബാധ്യത തൻ്റെ പേരിൽ അടിച്ചേൽപ്പിക്കാനുള്ള ഒരു ശ്രമമാണ് ഈ ശരത് കുമാറിൻ്റെയും രമയുടെയും ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് എന്ന കാര്യവും ഈ ആത്മഹത്യാക്കുറിപ്പിൽ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, ഈ 2018 മുതൽ നടന്ന ക്രമക്കേട് ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ ശരത് കുമാർ അടക്കമുള്ളവർ നടത്തിയ സാമ്പത്തിക തട്ടിപ്പിന്റെ ബാധ്യതകൾ ഏറ്റെടുക്കേണ്ടി വന്നതാണോ പ്രഭാകരന്റെ ആത്മഹത്യയിലേക്ക് നയിച്ചത്? ഈ ആത്മഹത്യാക്കുറിപ്പ് വായിക്കുമ്പോൾ അങ്ങനെയാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത് സച്ചിൻ? മനു, തീർച്ചയായും അത് തന്നെയാണ്. കാരണം ഇത്തരത്തിലൊരു വലിയ രീതിയിലുള്ള തുകയുടെ ബാധ്യത തന്നിലേക്ക് അടിച്ചേൽപ്പിക്കാൻ വേണ്ടിയാണ് ശരത് കുമാർ അടക്കമുള്ള ജീവനക്കാർ ശ്രമിക്കുന്നത് എന്ന് ആത്മഹത്യാക്കുറിപ്പിൽ കൃത്യമായി പറയുന്നുണ്ട്. ആത്മഹത്യാക്കുറിപ്പിൻ്റെ അവസാന ഭാഗത്ത് തനിക്കെന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരവാദി ശരത് കുമാറും രമയുമാണ് എന്ന കാര്യവും കൃത്യമായ രീതിയിൽ ആത്മഹത്യാക്കുറിപ്പിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് 15 ലക്ഷത്തോളം രൂപയുടെ ക്രമക്കേടാണ് ശരത് കുമാർ നടത്തിയിട്ടുള്ളത്. ഈ VK പ്രഭാകരൻ കുറച്ചു വിദ്യാഭ്യാസ കുറവുള്ള ഒരാളാണ്. അതിനാൽ തന്നെ ഈ ചെക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ നോക്കിയിരുന്നത് ശരത് കുമാറാണ്. ശരത് കുമാർ പ്രഭാകരൻ്റെ ഒപ്പിട്ടുകൊണ്ടാണ് ഇത്തരത്തിൽ 15 ലക്ഷത്തോളം രൂപ തട്ടിയെടുത്തത് എന്നാണ് ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നത്. അതുപോലെ തന്നെ അതിന് കൃത്യമായ രീതിയിൽ കൂട്ടുനിന്നത് അവിടുത്തെ ജീവനക്കാരി രമയാണെന്നും തനിക്കെന്തെങ്കിലും ആപത്ത് സംഭവിച്ചാൽ അതിൻ്റെ ഉത്തരവാദി രമയും ശരത് കുമാറും ആയിരിക്കുമെന്ന കാര്യവും ആത്മഹത്യാക്കുറിപ്പിൽ VK പ്രഭാകരൻ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് താൻ വലിയ രീതിയിലുള്ള മാനസികമായ ബുദ്ധിമുട്ട് നേരിടുന്നു. അതിനാൽ തന്നെ ഇത്തരം ഒരു വലിയ കാര്യങ്ങൾക്കൊക്കെ ഉത്തരവാദി ഈ ശരത് കുമാറും രമയുമാണ് എന്ന കാര്യവും VK പ്രഭാകരൻ പറഞ്ഞിട്ടുണ്ട്. രണ്ടുപേരും മലമ്പുഴ പുതുപ്പരിയാരം ഭാഗത്തെ കോൺഗ്രസിന്റെ നേതാക്കളാണ്. കോൺഗ്രസിന്റെ അവിടുത്തെ പ്രധാനപ്പെട്ട കക്ഷികളാണോ? കോൺഗ്രസുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രധാനപ്പെട്ട കക്ഷികളാണോ ഈ ശരത് കുമാർ അടക്കമുള്ളവർ? കാരണം നമുക്ക് പുറത്തേക്ക് ഇവരുടെ പേരങ്ങനെ കേട്ടിട്ടില്ല. ആ പ്രദേശത്തെ പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാവാണോ ഈ ആരോപണ വിധേയനായ ശരത് കുമാർ? മനു, ഈ ശരത് കുമാർ നിലവിൽ മലമ്പുഴയിലെ കോൺഗ്രസിൻ്റെ നേതാവാണ് എന്നാണ് നിലവിൽ അറിയാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. ഈ VK പ്രഭാകരനും പുതുപ്പരിയാരത്തെ ഒരു ജനകീയനായ നേതാവ് തന്നെയാണ്. കാരണം അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്രയും കാലം ക്ഷീരോത്പാദക സംഘത്തിൻ്റെ പ്രസിഡൻ്റായി തുടരുന്ന ഒരാളാണ്. എന്നാൽ 2018 ശേഷം ശരത് കുമാർ അവിടെ സെക്രട്ടറിയുടെ ചുമതല ഏറ്റെടുത്തതിന് ശേഷമാണ് വലിയ രീതിയിലുള്ള അഴിമതിയും അതേപോലെ തന്നെ പൈസ തട്ടിപ്പും നടത്തിയിട്ടുള്ളത്. 15
ലക്ഷത്തോളം രൂപയാണ് വി കെ പ്രഭാകരൻ്റെ പേരിൽ വ്യാജ ഒപ്പിട്ട് വി കെ പ്രഭാകരൻ ഒപ്പിട്ട ചെക്ക് ഉപയോഗിച്ച് പണം തട്ടിയിരിക്കുന്നത്. അതിൽ വലിയ രീതിയിലുള്ള മാനസിക അസ്വാസ്ഥ്യം നേരിട്ട ഒരാൾ കൂടിയാണ്, മാനസിക ബുദ്ധിമുട്ട് നേരിട്ടിട്ടുണ്ട് വി കെ പ്രഭാകരൻ. അതിനാൽ തന്നെ ആത്മഹത്യക്കുറിപ്പിൽ അത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല വി കെ പ്രഭാകരൻ്റെ കുടുംബവും ഈ ശരത് കുമാറിനെതിരെയും രമയ്ക്കെതിരെയും കോൺഗ്രസിൻ്റെ നേതാക്കൾക്കെതിരെയും രംഗത്തെത്തിയിട്ടുണ്ട് എന്നതും വലിയൊരു ആശ്ചര്യപ്പെടുത്തുന്ന കാര്യം തന്നെയാണ്. കാരണം ഏമാമിക പോലീസ് സ്റ്റേഷനിൽ ഇതുമായി തട്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ദിവസം വി കെ പ്രഭാകരൻ പരാതി നൽകിയിരുന്നു. അതിൻ്റെ ഭാഗമായി അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ ഇത്തരത്തിൽ ഒരു ആത്മഹത്യയിലേക്ക് വി കെ പ്രഭാകരൻ എത്തിയിട്ടുള്ളത്. വി കെ പ്രഭാകരൻ്റെ ആത്മഹത്യ കുടുംബത്തിനെയും അതുപോലെ തന്നെ ഈ നാടിനെയും വല്ലാതെ രീതിയിൽ ബാധിച്ചിട്ടുണ്ട് എന്ന കാര്യവും ബന്ധുക്കളും അതുപോലെ തന്നെ സുഹൃത്തുക്കൾ അടക്കമുള്ള ആളുകൾ വ്യക്തമാക്കിയിട്ടുണ്ട്. കുടുംബവും ഈ കോൺഗ്രസിൻ്റെ നേതാവായിട്ടുള്ള ശരത് കുമാറിനെതിരെയും രമയ്ക്കെതിരെയും രൂക്ഷമായ വിമർശനവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. മാത്രമല്ല കഴിഞ്ഞ ദിവസം ഏമാമിക പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയപ്പോൾ മുതൽ മുങ്ങി നടക്കുകയാണ് ശരത് കുമാർ എന്ന കാര്യവും കുടുംബം വ്യക്തമാക്കിയിട്ടുണ്ട്. മനു.